ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹനീസ് ഗാർഡനിങ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. കണ്ടോ, 2 ബോക്സ് ഉണ്ട്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് 2 ബോക്സാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. 2 ബോക്സ് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബോക്സ് ആദ്യം ഓപ്പൺ ചെയ്യാം. ഇത് രണ്ടും 2 പേരെടുത്തു നിന്നാണ് വാങ്ങിയത്. ഒന്ന് ഒരു മിച്ചൂസ് ഗാർഡൻ പറയുന്ന ഒരാളെടുത്തു നിന്നും, ഒന്ന് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ഷാൻ എന്ന് പറയുന്ന ഒരാളെടുത്തു നിന്നാണ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മിച്ചൂസ് ഗാർഡനിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ്സാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഇടാൻ കാരണം ഇത് ഓൺലൈനായിട്ട് ഹോൾസെയിൽ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ടും എടുക്കാം കേട്ടോ, അങ്ങനെ വേണ്ടവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഹോൾസെയിൽ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഇപ്പോൾ നഴ്സറിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ടാണ് പ്ലാന്റ്സ് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വീഡിയോ ആണിത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. വീഡിയോ കാണണം. അപ്പോൾ ഞാൻ മിച്ചൂസ് ഗാർഡൻ്റെ അടുത്തുനിന്ന് പല വെറൈറ്റി പ്ലാന്റ്സാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഞാൻ അവരുടെ അടുത്തുനിന്ന് 5 വെറൈറ്റി പ്ലാന്റ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹോൾസെയിലായിട്ടാണ് ഞാൻ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിലായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പ്ലാന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്താൽ മതി. ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം. ഹോൾസെയിലായിട്ട് പ്ലാന്റ്സ് ഷോപ്പിലേക്കോ ഇനി നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെവരൊക്കെ നിങ്ങൾ നമ്പർ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ നമ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. FBയിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തിൽ വേണമെങ്കിലും എന്നായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പ്ലാൻസ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ അടുത്തു നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ 2 വ്യക്തിയും ആ ഗ്രൂപ്പിലുള്ളതാണ്. അങ്ങനെ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാൻസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻസ്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് വെറൈറ്റി പ്ലാൻസ് വാങ്ങിയിട്ടുള്ളൂ. ഇത് ഞാൻ വാങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ട് നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് വാങ്ങിയത്. ഇനി നമുക്ക് ഇതിൽ ഓരോ പ്ലാന്റ്സ് ഏതൊക്കെ നോക്കാം. അപ്പം 5 വെറൈറ്റി പ്ലാന്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മോൺസ്റ്ററ അഡോൺസോണി ആ പ്ലാന്റാണ്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ 5 പീസസ് ഉണ്ട്. അതിൽ ഒറ്റ പീസല്ല, 5 പീസാണ് കേട്ടോ അത്. അപ്പോൾ അവനക്ക് എല്ലാ പ്ലാന്റിനും 5 പീസസ് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ മതിയെന്ന് പറഞ്ഞപ്പോൾ 5 പീസസ് എടുത്തതാണ്. അപ്പോൾ മോൺസ്റ്ററയാണ്. മോൺസ്റ്ററിൻ്റെ ഒരു പ്ലാന്റ് ഇത്ര തന്നെ ഉണ്ട് കേട്ടോ, ഒരു പ്ലാന്റ് മോൺസ്റ്ററ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ZZ പ്ലാന്റാണ്. ZZ പ്ലാന്റും അതുപോലെ 5 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 5 പ്ലാന്റ്സ് ഉണ്ട്. അത് ചെറിയ പ്ലാന്റാണ്, വലിയ പ്ലാന്റല്ല. ZZൻ്റെ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ വന്നിട്ടുള്ളത് നമ്മുടെ പെപ്രോമിയ വെറൈറ്റി ഉണ്ട്. നമ്മുടെ വെരിഗേറ്റഡ് പെപ്രോമിയ ആണിത്. അപ്പോൾ വെരിഗേറ്റഡ് പെപ്രോമിയക്കൊക്കെ 70-80 ആ റേറ്റിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഹോൾസെയിൽ റേറ്റിന് ആണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതുപോലെ ഇത് പെഡിലാന്തസ് ആണ്. പെഡിലാന്തസ് അവർ പറഞ്ഞ് കട്ടിങ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് അവർ റേറ്റ് ഇട്ടിട്ടുള്ളത്. റേറ്റ് കുറവായിട്ട് തന്നെ തന്നത്. അപ്പോൾ പെഡിലാന്തസ് അതുപോലെ 5 പീസസാണ് എടുത്തിട്ടുള്ളത്. പെഡിലാന്തസ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒരു കേളി ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. തിക്കായിട്ട് ഭയങ്കര ബുഷായിട്ടാണ് ഈ പ്ലാന്റ് ഹാങ് ചെയ്ത് വരിക, തൂങ്ങി വരിക, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയും 5 പീസസ് ഉണ്ട്. അതുപോലെ തന്നെ പെഡിലാന്തസിൻ്റെ ലീഫ് ഒരു ലൈറ്റ് ഗ്രീൻ, നമ്മുടെ ഒരു ഫ്ലൂറസൻ എന്ന് പറയാൻ പറ്റില്ല, ലെമൺ ലൈം അതുപോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ലീഫിലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് പെഡിലാന്തസ്. പിന്നെ അതുപോലെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ടാബിൾ റോസാണ് വാങ്ങിയിട്ടുള്ളത്. അത് 2 കളേഴ്സാണ്. ഇനി നമുക്ക് ZZ പ്ലാന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണ്.
വെൽ സെക്യൂറായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു പ്ലാന്റ് തന്നെ കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള അത്ര ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അവർ അയച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ പ്ലാന്റ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വേറൊരാളുടെ അടുത്തു നിന്നാണ്, ഒരു ഷാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അടുത്തു നിന്നാണ്. അപ്പം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്താണ്. അപ്പം പിന്നെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഈ പെട്ടി പൊളിക്കുന്നിടത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോക്സ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കാണാൻ നമുക്കൊരു ഭയങ്കര ഇഷ്ടമല്ലേ. എല്ലാവർക്കും ഇങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എൻ്റെ കേസ് ഒക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പെട്ടി പൊളിക്കാൻ എനിക്ക് ഭയങ്കര ഒരു പെട്ടി, ഇപ്പോൾ എന്ത് പ്ലാന്റ്സിൻ്റെ ബോക്സ് കിട്ടിയാലും അപ്പോൾ രാത്രിയാണെങ്കിലും അതപ്പം തന്നെ പൊളിക്കാൻ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലത്തെ പ്ലാന്റ്സിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് എടുത്താണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ പ്ലാന്റാണ്. കലാത്തിയ ജെബ്രീന എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ ഇൻഡോർ ഷോപ്സിലൊക്കെ അവൻ ഇൻഡോർ പ്ലാന്റ്സാണ്, എൻ്റെ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സാണ് അവനക്ക് മെയിനായിട്ട് വേണ്ടത്. എനിക്കറിയുന്ന ആളടുത്തു നിന്നൊക്കെ വാങ്ങിയ പ്ലാന്റ്സ് ആട്ടോ അത്. അപ്പോൾ ഓക്കെ, നമ്മുടെ കലാത്തിയ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ഇതിൽ അതുപോലെ 5 പീസസ് ആണുള്ളത്. അപ്പോൾ എല്ലാം കൂടെ അവർ ഒറ്റൊരു കവറിലാക്കിയിട്ടാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമ മെജോറിറ്റി ആൾക്കാരുടെ അടുത്തും ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 150 to 200 റേഞ്ച് വരെയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ പറയാം. ഈ പ്ലാന്റ് ഹോൾസെയിലായിട്ട് അവർ 50 റുപ്പീസിനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ തന്നെ ഒരു പിങ്ക് വെറൈറ്റിയാണ്. അഗ്ലോണിമ പിങ്ക് സ്പ്ലാഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ലീഫ് കുറച്ചും കൂടി നാരോ ആയിട്ടാണ്. അതാണ് പിങ്ക് സ്പ്ലാഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. എനിവേ, അപ്പോൾ പിങ്കിൻ്റെ റെഡിൻ്റെയൊക്കെ വെറൈറ്റീൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 350 450 എബോവ് ആണ് പോണത്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഹോൾസെയിൽ റേറ്റിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. റീറ്റെയിൽ ആയിട്ടാണെങ്കിലും ബേസിക്കലി ബാക്കിയുള്ളവരത് വെച്ച് നോക്കുമ്പോൾ അവരുടെ അടുത്ത് റേറ്റ് കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ കുറേ അഗ്ലോണിമാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറവാണ്. നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ ഒരു നാരോ ലീഫ് വന്നിട്ടുള്ള ഒരു അഗ്ലോണിമയാണത്. ഈ അഗ്ലോണിമ വെറൈറ്റി എൻ്റെ അടുത്തില്ല. അപ്പോൾ എനിക്കൊരു പ്ലാന്റ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ റേറ്റ് കുറവാണ്. പിന്നെ ഒരെണ്ണം, ഇതും നമ്മുടെ നോർമലായിട്ട് കാണപ്പെട്ടിട്ടുള്ള ഒരു അഗ്ലോണിമ തന്നെയാണ്. ബേസിക്കലി എല്ലാവരുടെ അടുത്തുള്ളൊരു അഗ്ലോണിമയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കണ്ട അഗ്ലോണിമയുടെ ഒരു ചെറിയൊരു പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുള്ളൊരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇനിയും അഗ്ലോണിമാസിൻ്റെ വെറൈറ്റീസ് അവരുടെ അടുത്ത് കുറേ ഉണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമല്ല വാങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് വാങ്ങിയിട്ട് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പെടണ്ടല്ലോ കരുതിയിട്ടാണ് ഞാൻ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അവരുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് കുറച്ചുകൂടെ വാങ്ങാനുണ്ട്. ഞാൻ വാങ്ങിയിട്ട് ആ പ്ലാന്റ്സിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഈ ഓൺലൈനിലായിട്ട് ഹോൾസെയിലായി പ്ലാന്റ്സ് കിട്ടേണ്ടവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ഹോൾസെയിലല്ല റീറ്റെയിലായിട്ടാണ് പ്ലാന്റ്സ് വേണ്ടതെന്ന് വെച്ചാലും അവർക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. FBയിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്കാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല കേട്ടോ. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി കണ്ടീഷനിൽ എനിക്ക് കിട്ടിയപ്പം അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളിൽ എത്തിക്കാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് എല്ലാം കണ്ടില്ലേ, നല്ല ഹെൽത്തി കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിലെല്ലാം ഹെൽത്തി തന്നെയായിരുന്നു. അതിൽ കലാത്തിയ പ്ലാന്റ്സിന് മാത്രം ചെറിയൊരു പ്രശ്നം, അത് പ്രശ്നമായിട്ടൊന്നുമല്ല, ചെറിയൊരു ലീഫ് ബേൺ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. അപ്പോൾ ഇത്ര തന്നെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും
ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.